മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്തത്. യേശു നിയമജ്ഞരോടും ഫരിസേയരോടും പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, ഏറ്റവും കൂടുതലുള്ള പ്രവൃത്തികൾ മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയുള്ളതല്ലേ? എൻ്റെ ദൈവം കാണുന്നതിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറ്. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകന്റെ കാറ്റഗിസം, അവരുടെ ടീച്ചേഴ്സ് എക്സാം ഉണ്ട്. അച്ഛൻ, ഞാൻ ഈ ടീച്ചേഴ്സ് എക്സാം എഴുതുന്നില്ല, കാരണം മറ്റുള്ളവരാരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവർക്ക് എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനിതൊന്നും എഴുതുന്നില്ല. ചിന്തിച്ച് നോക്കണം. മറ്റുള്ളവർ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കുന്നില്ല. ചിന്തിച്ച് നോക്കി, ഇത് എന്തിനു വേണ്ടിയാണ് ഒരു ടീച്ചർ എക്സാം എഴുതാൻ? ടീച്ചർ എത്ര നാൾ പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തെക്കുറിച്ചാണ്. ആ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളതല്ലേ ആ ടീച്ചേഴ്സ് എക്സാമിൽ വരുന്നത്. ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ആ വാക്കിലൂടെ കടന്നു വരുന്നത്. ആ അധ്യാപകന്റെ ജോലി എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ദൈവത്തെ കൊടുക്കുക, എന്നാൽ ആ ദൈവത്തെ പഠിക്കാൻ മനസ്സില്ല എന്നുള്ളത്. നമ്മളൊക്കെ ജീവിതത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവർ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മറ്റുള്ളവരുടെ കയ്യടി എനിക്ക് കിട്ടുന്നില്ല, മറ്റുള്ളവർ എൻ്റെ കൂടെ നിൽക്കുന്നില്ല, നമ്മളത് ഉപേക്ഷിക്കുക. മറ്റുള്ളവരെന്നെ പരിഹസിച്ച് കഴിയുമ്പോൾ ഏത് നല്ല കാര്യം വേണമെങ്കിലും, ഞാനെടുത്ത തീരുമാനം വേണമെങ്കിലും ഞാൻ മാറ്റിവെക്കും. ഇവർ മദ്യപാനത്തിന് ശീലമായിരിക്കും, ഞാൻ തീരുമാനം എടുക്കുക, ഞാൻ നീ കുടിക്കുന്നില്ല. കൂട്ടുകാർ വന്നത് പ്രോത്സാഹിപ്പിക്കും, എന്താ നീ എന്തിനു തീരുമാനം എടുക്കണം, നിനക്ക് മണ്ടനാണ് എന്നിങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ വേണ്ട എന്ന് വയ്ക്കും. എന്നാ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ദൈവമാണോ മറ്റുള്ളവരാണോ എനിക്ക് ഏറ്റവും വലുത്? ദൈവമാണെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളല്ല, ദൈവം എന്നോട് എന്താണ് പറയുന്നത് അത് കേൾക്കാനുള്ള നല്ലൊരു മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം.